വിവാഹശേഷം ദിലീപ് തന്നെ തൻ്റെ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നൊക്കെ വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും ഇരു താരങ്ങളും ഒട്ടേറെ മാനസിക സംഘർഷത്തിൽ അകപ്പെട്ടിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലെന്നാണ് കമൽ അടക്കമുള്ള സംവിധായകർ പ്രതികരിച്ചിരുന്നത്. ദിലീപിൻ്റെയും കാവ്യയുടെയും ജീവിതത്തിലുണ്ടായ ആ പഴയ നിമിഷങ്ങളിലേക്ക്. മലയാളത്തിൽ ഇത്രയേറെ കഥകൾ ഉണ്ടായിട്ടുള്ള താരജോഡി വേറെ ഉണ്ടാവില്ല. ദിലീപും കാവ്യമാധവനും ഒന്നിച്ച സിനിമകൾ ബോക്സ് ഓഫീസിൽ വിജയങ്ങൾ കണ്ടതിന് പിന്നാലെ തന്നെ ഇരുവരെയും ചുറ്റിപ്പറ്റി വാർത്തകൾ പല കോണുകളിൽ നിന്ന് വന്നിരുന്നു. തുടർന്ന് ദിലീപും മഞ്ജു വാര്യരും വേർപിരിയുന്നു എന്ന വാർത്തകൾ വന്നതോടെ ഗോസിപ്പ് കോളങ്ങളിൽ ദിലീപ് കാവ്യ ബന്ധം എപ്പോഴും ഇടം നേടി. എന്നാൽ ആരോപണങ്ങളോടും ഗോസിപ്പുകളോടും ദിലീപോ കാവ്യയോ മഞ്ജു വാര്യരോ ഒരു തരത്തിലും പ്രതികരിച്ചിരുന്നില്ല. ഗോസിപ്പുകളേറിയപ്പോൾ തന്റെ സ്വതസിദ്ധമായ നർമ്മത്തിലായിരുന്നു ദിലീപിന്റെ മറുപടികൾ. പല അഭിമുഖങ്ങളിലും ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മകളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് താൻ മുന്നോട്ടു പോകുന്നത് എന്നായിരുന്നു ദിലീപ് പ്രതികരിച്ചിരുന്നത്. മഞ്ജു വാര്യരുമായുള്ള ബന്ധം നിയമപരമായി അവസാനിച്ചതിന് പിന്നാലെ തന്നെ ഓൺലൈൻ സൈറ്റുകളിൽ പലപ്പോഴും ദിലീപ് കാവ്യ വിവാഹം വാർത്തയായി. വിവാഹം കഴിഞ്ഞെന്ന തരത്തിൽ പോലും വാർത്തകൾ വന്നിരുന്നു. അതിനിടെയാണ് കാലങ്ങൾക്ക് ശേഷം ഇരുവരും വെള്ളിത്തിരയിൽ ഒന്നിച്ച പിന്നെയും തിയേറ്ററുകളിലെത്തിയത്. അല്ല, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കാന്ന് പറയണത് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ തെറ്റാന്ന് ആരാ പറഞ്ഞെന്ന്? ആ ചിത്രമിറങ്ങി മാസങ്ങൾക്കകം അധികം വാർത്തകൾക്കിടം നൽകാതെ ഇരുവരും ജീവിതത്തിലേക്ക് ഒരുമിച്ച് ചുവടുവയ്ക്കുന്നു. അങ്ങനെ കാലങ്ങളോളം നീണ്ടുനിന്ന ഗോസിപ്പ് കോളങ്ങൾക്ക് പൂർണ്ണവിരാമം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയ ജീവിതത്തിൽ ഒരു പുതിയൊരു സംഭവം ഞാൻ തന്നെ നേരിട്ട് വന്ന് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പറയുമെന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ അത് എൻ്റെ മകള്, എൻ്റെ അമ്മ, ഞങ്ങളുടെ കുടുംബം, എല്ലാ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി അങ്ങനൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ പേരിൽ ഗോസിപ്പിൽ കിടക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ കൂട്ടുകാരി. അപ്പോൾ ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പോൾ കേരളത്തിലെ മലയാളികളായ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മലയാള സിനിമാ ലോകത്ത് ഒരു താരദാമ്പത്യം കൂടി. ഏറ്റവും നല്ല കാഴ്ചകൾ സമ്മാനിച്ച സിനിമ ജോഡികൾ തന്നെയായിരുന്നു ദിലീപും കാവ്യയും വെള്ളിത്തിരയിൽ. ഒട്ടേറെ ഹിറ്റ് സിനിമകൾക്ക് ഇടം നൽകി, ഒട്ടേറെ മികച്ച ഗാനങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു. എന്തായാലും ഒട്ടേറെ മികച്ച രംഗങ്ങളും ഇരുവരുടെയും സിനിമകളിലുണ്ട്. പ്രേക്ഷകർ ഇന്നും ആസ്വദിക്കുന്ന ഒട്ടേറെ സിനിമകൾ. ആ രംഗങ്ങളിലേക്ക് അങ്ങനെ പറയരുത്. എനിക്ക് വേണ്ടി എന്റെ ഏട്ടന്മാര് കണ്ടെത്തുന്ന ഒരാളെ, അയാളെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ. വേറെ ആരും ഞാൻ സ്നേഹിക്കില്ല. ആരെയും. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ശരിക്കും ഇഷ്ടം എന്നുമല്ല തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളം പാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നുന്നു. മര്യാദ കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ലെന്നാ വിടില്ല ഞാൻ. താരവിവാഹത്തിന്റെ ഈ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.